ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള ഒരു മനോഹരമായ വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. കാടും പുഴയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. മീൻവെള്ളം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള ഈ വെള്ളച്ചാട്ടം കാണാൻ പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് നിന്നും ഏകദേശം 8.5 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. മഴക്കാലമാണ് ഇവിടെ വരാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെള്ളച്ചാട്ടം മാത്രമല്ല, നദിക്ക് കുറുകെയുള്ള ഈ തൂക്കുപാലത്തിലൂടെയുള്ള നടത്തവും ഒരു പ്രത്യേക അനുഭവം സമ്മാനിക്കും. ഈ സമയത്ത് അത്രയധികം വെള്ളമൊന്നും ഇല്ലെങ്കിലും മഴ കനത്താൽ നദിയിലെ ജലനിരപ്പ് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഇവിടെയുള്ളവർക്ക് യാത്ര ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. കവുങ്ങന്തടി കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഒന്നിച്ചു കയറാതിരിക്കുന്നതാവും നല്ലത്. ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കല്ലടിക്കോടൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന തുപ്പനാട് പുഴ തട്ടുതട്ടുകളായി താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മീൻവെള്ളം ജലവൈദ്യുത പദ്ധതി ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമാണ്. തിങ്കളാഴ്ചകളിൽ ഇവിടെ അവധിയായിരിക്കും. മറ്റു ദിവസങ്ങളിലൊക്കെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നമുക്ക് ഇവിടേക്ക് വരാൻ കഴിയും. വൈകുന്നേരം 3 മണി വരെ മാത്രമേ ഉള്ളിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഇവിടെ വരുന്നവരൊക്കെ പറ്റുമെങ്കിൽ നിർബന്ധമായി ഈ വെള്ളത്തിലൊന്ന് കുളിക്കണം. അത്രയ്ക്ക് തണുപ്പാണ് ഈ വെള്ളത്തിന്, നല്ല സുഖമായിരിക്കും. പിന്നെ അത്രയ്ക്ക് ആഴമൊന്നുമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ സുരക്ഷിതവുമാണ്. കുളിയൊക്കെ കഴിഞ്ഞ് തണുത്ത് വരച്ചിരിക്കുമ്പോഴാണ് പാറയുടെ മുകളിലിരിക്കുന്ന ഒരു തുമ്പീനെ ധ്യാൻ പിടിച്ചത്. കുറച്ചു നേരം കൗതുകത്തോടെ അതിനെ നോക്കിയിട്ട് അവൻ അതിനെ പറത്തി വിട്ടു. ഇത് വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ഇവിടെയും ധാരാളം പേർ കുളിക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പാറയൊക്കെ നല്ല വഴുക്കലുണ്ടാവും. അപകടങ്ങൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പുവരുത്തുക. ഇവിടെയുള്ളവരൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് നമ്മളോട് പറയുമെങ്കിലും എപ്പോഴും നമ്മുടെ ഒപ്പം എത്താൻ അവർക്ക് പറ്റിയെന്ന് വരില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു ഭാഗം കാണാൻ കഴിയും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ഭാഗത്തും അത്യാവശ്യം ആളുകളെ കാണാൻ കഴിയുന്നുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള രസകരമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് തുടർന്ന് കാണുക. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ മറ്റൊരു വ്യൂ പോയിന്റിലെത്താം. ഇന്നത്തെ യാത്രയിൽ എന്നോടൊപ്പം ഉള്ളത് രശ്മിയും ധ്യാനും പിന്നെ എൻ്റെ 2 സഹോദരിമാരും അവരിൽ ഒരാളുടെ മകളായ ദേവികയുമാണ്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചകൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വരുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനും മറക്കരുത്. മഴക്കാലമായാൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടും. കാണുന്ന എല്ലായിടത്തും ഇറങ്ങി കുളിക്കരുത്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ ഇവിടെ വലിച്ചെറിഞ്ഞ് പരിസരം വൃത്തികേടാക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വരുന്ന തലമുറകളും ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് വളരട്ടെ. ഇത് അവർക്കു കൂടി അവകാശപ്പെട്ടതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്ററോളം നടന്നു വേണം ഈ കാഴ്ചകളെല്ലാം കാണാൻ. ടാറിട്ട റോഡായതുകൊണ്ട് തന്നെ നടത്തം അത്ര ദുഷ്കരമൊന്നുമല്ല. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നാൽ ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് വൈകുന്നേരം 6 മണിയോടുകൂടി നമുക്ക് തിരിച്ചു പോവാൻ കഴിയും. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് ഇവിടേക്കുള്ള പ്രവേശന ഫീസ്. സൈലന്റ് വാലിയിലെ പോലെ ഇവിടെ വന്നപ്പോൾ അട്ടകളെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. സാധാരണ ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോൾ ധാരാളം അട്ടകൾ ഉണ്ടാവാറുള്ളതാണ്. ഇനി ഞങ്ങൾ കാണാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇതിനു മുമ്പ് നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മീൻവെള്ളം ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷനാണ് കാണുന്നത്. 3 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണിത്. പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ വലിയ അണക്കെട്ടുകൾ നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തുന്നതിന് പകരം പുഴയിലെ സ്വാഭാവികമായ ഒഴുക്കിനെ വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുകയാണിവിടെ. പവർ സ്റ്റേഷന് സൈഡിലൂടെയുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ
വീഡിയോയിൽ നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിച്ചേരാൻ കഴിയും. ഇതാണ് ഇവിടെ എത്തുന്നവർക്ക് കാണാൻ കഴിയുന്ന പ്രധാന വെള്ളച്ചാട്ടം. ഇതിനു മുകളിലേക്ക് 5ഓളം വെള്ളച്ചാട്ടങ്ങൾ വേറെയുണ്ടെങ്കിലും ഇപ്പോൾ അവിടേക്കൊന്നും പ്രവേശനാനുമതിയില്ല. മീൻവെല്ലം വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പ്രവേശന കവാടത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. ഇവിടെ എൻട്രി ഫീസ് 20 രൂപയും പൂളിൽ ഇറങ്ങാൻ ഒരാൾക്ക് 1 മണിക്കൂറിന് 100 രൂപയുമാണ് ചാർജ്. ഇതിനോടടുത്ത് തന്നെ നനഞ്ഞ വസ്ത്രങ്ങൾ മാറാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ചെറിയൊരു ടീ ഷോപ്പാണ്. ഇവിടെ ചായയും ചെറുകടികളൊക്കെ ലഭിക്കും. ഇവിടെ അടുത്തൊന്നും വേറെ കടകളില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്നവർ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്കുള്ള ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം 6:30 ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.